+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ കോഴിക്കോട് RDD ഓഫീസിൽ KSU പ്രവർത്തകർ നടത്തിയ ഉപരോധം പോലീസുമായി സംഘർഷത്തിലെത്തി. വിദ്യാർത്ഥികളുടെ വാക്കുകളിലേക്ക്. ഒരു ബാച്ച് അനുവദിക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യാനല്ലേ? ഫസ്റ്റ് കഴിഞ്ഞ്, സെക്കൻഡ് കഴിഞ്ഞ്, 3 കഴിഞ്ഞു. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ തീർന്നു. മെയിൻ അലോട്ട്മെൻറ്റുകൾ തീർന്നതാണ് ഇവർ പറയുന്നത്. ഇന്ന് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ നാളെ വരുമെന്നാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതാണ് കുട്ടികൾ തന്നെ പറയുന്നത്. കാരണം അലോട്ട്മെന്റുകൾ കഴിഞ്ഞ മൂന്നാമത്തെ അലോട്ട്മെന്റും വന്നിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം. +1 സീറ്റ് പ്രതിസന്ധിയിൽ കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസറെ ഉപരോധിച്ചിരിക്കുകയാണ് KSU. ഉപരോധ സമരം നടത്തിയ വിദ്യാർത്ഥികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 3 അലോട്ട്മെൻറ്റും കഴിയാനിരിക്കെ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് KSU പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉപവാസ സമരം നടത്തിയിരുന്നു. ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം KSU സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് RDD ഓഫീസറെ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസറെ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ അടക്കം അണിനിരത്തിയായിരുന്നു KSUവിൻ്റെ പ്രതിഷേധം അരങ്ങേറിയത്. പിന്നീട് KSU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഈ പ്രതിഷേധം ഏകദേശം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥികളുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് നേരത്തെ ഒരു വിദ്യാർത്ഥി വ്യക്തമാക്കിയത്. മേഘന മുരളി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘന, ഈ പ്രതിഷേധം നടത്തിയവരൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് KSU. സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ അടക്കം അണിനിരത്തി കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ KSU പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധം നടത്തിയ KSU നേതാക്കളടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, ഇപ്പോഴെന്താണ്, പ്രതിഷേധമെല്ലാം അവസാനിച്ചോ? ലിബീഷ്, അല്പസമയത്തിന് മുന്നേ വരെ ഇവിടെ KSU പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ സമരമാണ് ഉണ്ടായത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മലബാറിൽ മുന്നേ തന്നെ പറയുന്നത് പോലെ മലബാറിലെ ഒരു +1 സീറ്റ് പ്രതിസന്ധി, അതായത് 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും 10,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ സീറ്റ് ലഭിക്കാതെ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ലഭിക്കാതെ, ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിടുക്കരായി പഠിച്ച് അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU നേതൃത്വം, KSU പ്രവർത്തകരടക്കം ഇവിടെ RDD ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഉണ്ടായത്. ഇവർ ആവശ്യപ്പെടുന്നത് ഈ സീറ്റ് അനുവദിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ബാച്ച് തന്നെ അനുവദിക്കണം. കാരണം അത്രയധികം വിദ്യാർത്ഥികളാണ് മലബാറിൽ ഈ ഒരു സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ സീറ്റ് ലഭിക്കാതെ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് KSU ഇന്ന് പ്രതിഷേധവുമായി അധികാരികളുടെ മുന്നിലേക്ക് എത്തിയത്. ഈ വിദ്യാർത്ഥികളടക്കം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇവരടക്കം പറയുന്നത്, അതായത് 2 അലോട്ട്മെൻറ്റ് കഴിയുന്നു, ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇഷ്ടവിഷയം എന്ന് പറയുന്നത് സയൻസ് എടുത്ത് പഠിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല 10ാം ക്ലാസ്സിൽ അവർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ഉണ്ട്. പക്ഷേ ഇതിന് ഇതുവരെ സാധ്യമായിട്ടില്ല. 2 അലോട്ട്മെൻറ്റിലും ഇതുവരെ ഒരു സീറ്റ് ലഭിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂൾ, ആദ്യം കൊടുത്തിട്ടുള്ള 3 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു സ്കൂളുകൾ ലഭിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ ബാച്ച് അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പ്രതിസന്ധി അത്രയും രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് മുന്നേ തന്നെ UDF-ഉം ലീഗ് പ്രവർത്തകരടക്കം ഇതിൽ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ KSU പ്രവർത്തകരും RDD ഓഫീസ് ഉപരോധിക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ടായി. മാത്രമല്ല, ഇവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന, പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇവർ പറയുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കുക. കാരണം ഈ കുട്ടികളടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ട്, വലിയ ഒരു വിഷമുള്ള, അതായത് മറ്റുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നു, അല്ലെങ്കിൽ +1 സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നു. പക്ഷേ ഈ കുട്ടികൾ 10 A+ ലഭിച്ചിട്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ കടമ എന്ന് പറയുന്നത് മിടുക്കരായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അത് കൈവരിച്ചിട്ട് കൂടി സീറ്റ് ലഭിക്കുന്നില്ല, വലിയ ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിലിപ്പോൾ ഇവിടെ പ്രതിഷേധം ശക്തമായിരുന്നു. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അത് ജില്ലാ അധ്യക്ഷനടക്കം നമ്മളോട് പ്രതികരിക്കുന്നത്, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ, ഇതിൽ എന്ത് പരിഹാരം കണ്ടെത്തണം എന്നുള്ളൊരു മറുപടി പറയാൻ ഉന്നത അധികാരികൾ തയ്യാറായിട്ടില്ലെങ്കിൽ
വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ലെങ്കിൽ ഇനിയും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് വരുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ കുട്ടികളും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളും പറയുന്നത് ഇവർക്ക് മറ്റു മാർഗമില്ല, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, പഠിക്കേണ്ട അവരുടെ കടമ നിർവഹിച്ചു കഴിഞ്ഞു, അതിനുശേഷം ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു വഴിയോ അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗമോ ഇവരുടെ മുന്നിലില്ല. എന്തായാലും ഈ സമരം ശക്തമാകാൻ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യക്ഷ സമരവുമായി ഇനിയും രംഗത്തെത്തുമെന്നാണ് KSU പ്രവർത്തകരടക്കം പ്രതിപക്ഷ സംഘടനകൾ വ്യക്തമാക്കുന്നത്. മേഘന, നേരത്തെ ഈ വിദ്യാർത്ഥികൾ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുമായി സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ? അദ്ദേഹം എന്താണ് ഈ കുട്ടികളോട് പറഞ്ഞത്? ലിബീഷ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എത്ര കുട്ടികൾ സീറ്റ് ലഭിക്കാതെ 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാതെ പുറത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ RDT ഓഫീസർക്ക് അടക്കം വ്യക്തത. അതായത് ജില്ലാ KSU പ്രവർത്തകരടക്കം ഇവരോട് വിശദീകരണം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എത്ര കുട്ടികൾ സീറ്റ് ലഭിക്കാതെ പുറത്ത് കോഴിക്കോട് ജില്ലയിൽ മാത്രമുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കാൻ പറയുമ്പോൾ അവരുടെ കയ്യിൽ ആ കണക്കില്ല, അല്ലെങ്കിൽ എത്ര കുട്ടികൾക്ക് ഇത് ലഭിച്ചിട്ടില്ല എന്നുള്ള കണക്കില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഇതിൽ എത്ര കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ട വിഷയം തിരഞ്ഞെടുക്കുക, ഇഷ്ട സബ്ജക്റ്റ്, ഇഷ്ട സ്കൂളുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു അവകാശം തന്നെയാണ്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. പക്ഷേ അതിന് പരിഹാരം കണ്ടെത്താനുള്ള അധികാരികൾക്കും ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ RDT ഓഫീസർ നമുക്ക് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് 2 അലോട്ട്മെന്റ് കഴിഞ്ഞു, ഇനി 3ാമത്തെ അലോട്ട്മെന്റ് കൂടി കഴിഞ്ഞിട്ട് ഇതിൽ പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിൽ പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ കുട്ടികളുടെ ആശങ്ക അത് അത്രയും വ്യക്തമാണ്. കാരണം 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മുഴുവൻ വിഷയങ്ങളിലും മാർക്ക് ലഭിച്ച, മുഴുവൻ A+ ലഭിച്ച കുട്ടികൾ 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പുറത്തു നിൽക്കേണ്ടി വരുന്നു. മറ്റ് കാറ്റഗറി ഒക്കെ വെച്ച് മറ്റു കുട്ടികൾ പല അഡ്മിഷൻ എടുക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇവരുടെ ആശങ്കകൾ അത്രയും വ്യക്തമാണ്. അത് പരിഹരിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ അധികാരികൾക്ക് RDT ഓഫീസർക്കടക്കം ഇതിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ, അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ശരി മേഘന, മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടും +1 പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ.